സ്ട്രോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ അല്ലെങ്കിൽ മസ്തിഷ്കത്തിന് വരുന്ന ഒരു നോൺ ട്രോമാറ്റിക് ഇഞ്ചുറിയാണ്. അത് രക്തയോട്ടം കുറഞ്ഞുകൊണ്ടാവാം, അല്ലെങ്കിൽ രക്തം ബ്ലീഡ് ആയതുകൊണ്ടാവാം. അപ്പൊ കൂടുതലും സ്ട്രോക്കുകൾ രക്തയോട്ടം ബ്ലോക്ക് ആവുന്നതുകൊണ്ട്, അല്ലെ ഇഷ്കിമിക് സ്ട്രോക്ക് എന്ന് പറയും. ഒരു 80% അത് രക്തം ബ്ലോക്ക് ആവുന്നതുകൊണ്ടാണ് വരാറ്. ഒരു 15% രക്തം ബ്ലീഡായിട്ട്, ചിലപ്പോൾ അത് BP കൂടിയോണ്ടാവാം, ചിലപ്പോൾ അതൊരു അന്യൂറിസം അല്ലെങ്കിൽ രക്തക്കുഴല് പൊട്ടിയിട്ട് വരുന്നതാവാം. അപ്പം ഈ കാരണങ്ങളാൽ ബ്രെയിനിന് വരുന്ന ഒരു ഇഞ്ചുറിയാണ് സ്ട്രോക്ക്. അത് കാരണം സ്ട്രോക്ക് ബ്രെയിനിൽ ഈ പറഞ്ഞ ബുദ്ധിമുട്ട് വന്നതുകൊണ്ട്, ഈ അസുഖം വന്ന കാരണം കുറെ കോംപ്ലിക്കേഷൻസ്, സാധാരണ സ്ട്രോക്ക് വന്ന ഒരാൾക്ക് കൈകാൽ തളർന്നു പോകാനുള്ള സാധ്യതകളുണ്ട്, സംസാരത്തിൽ കുഴച്ചില്, ബോധം കെടുക, ബാലൻസ് പോവുക. ഇങ്ങനെയൊക്കെയാണ് അവര് സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ പ്രസന്റ് ചെയ്യുക സാധാരണ. സാധാരണഗതിയിൽ ഒരു സ്ട്രോക്ക് വന്ന ഒരാൾ എമർജൻസി ആയിട്ട് എമർജൻസി മെഡിസിൻ ഡിപ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ ഹോസ്പിറ്റലാണെങ്കിൽ കാഷ്വാലിറ്റിയിൽ എത്താറുണ്ട് ഉടനെ. അപ്പം ഇതൊരു ഇഷ്കിമിക് സ്ട്രോക്ക് ആണ്. ഒരു വിൻഡോ പീരീഡ് ഉണ്ട്. ആ വിൻഡോ പീരീഡിനുള്ളിൽ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള ഈ രക്തം കട്ട പിടിച്ചത് അല്ലെങ്കിൽ ബ്ലോക്ക് ആയത് നമുക്ക് അലിയിച്ചു കളയാനുള്ള മരുന്നുകളും അതിനുള്ള ട്രീറ്റ്മെന്റുകളും ഉണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ബ്ലീഡ് ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ രക്തം തലച്ചോറിനുള്ളിൽ ബ്ലീഡായി വരുന്നത് കൂടി വരുവാണെങ്കിൽ ചിലപ്പോൾ ഓപ്പറേഷൻ വേണ്ടി വരാം, അല്ലെങ്കിൽ അത് ഓപ്പറേഷൻ ഇല്ലാതെ മാനേജ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, ഡിപ്പെൻഡിങ് ഓൺ ദ ടൈപ്പ് ഓഫ് സ്ട്രോക്ക്. പക്ഷെ ഇതൊരു അക്യൂട്ട് സ്ട്രോക്കിന്റെ മാനേജ്മെന്റ് മാത്രമേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ ഇനീഷ്യലി ആ ഒരു മാനേജ്മെന്റ് കഴിഞ്ഞെങ്കിൽ നമുക്ക് കണ്ടുവരുന്നത് സ്ട്രോക്ക് വന്ന ആൾക്കാരിൽ കുറെ വൈകല്യങ്ങൾ കണ്ടുവരാറുണ്ട്. ഫോർ എക്സാമ്പിൾ കൈകാൽ തളർന്നു പോവുക, സംസാരിക്കാൻ ബുദ്ധിമുട്ട്, ഭക്ഷണം ഇറക്കാൻ ബുദ്ധിമുട്ട്, വയറ്റിന്ന് പോകാനും മൂത്രം പോകാനും ഒക്കെയുള്ള തടസ്സങ്ങൾ, ബാലൻസ് ഇല്ലായ്മ, അങ്ങനെ പലവിധ വൈകല്യങ്ങൾ ഈ സ്ട്രോക്ക് പേഷ്യൻസിൽ, സ്ട്രോക്ക് വന്നവരിൽ കണ്ടുവരാറുണ്ട്. അത് കാരണം നമ്മുടെ ഈ ഒരു ഇപ്പോഴത്തെ മെഡിസിൻ, മോഡേൺ മെഡിസിന്റെ അഡ്വാൻസസ് കാരണം ഒരു സ്ട്രോക്ക് വന്ന ഒരാളെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ട് എളുപ്പമായിട്ടും പറ്റും. പക്ഷെ ഈ ഒരു സ്ട്രോക്ക് വന്ന ഒരാളെ നമ്മൾ രക്ഷപ്പെടുത്തി ആ ഒരു അക്യൂട്ട് മാനേജ്മെന്റ്, അക്യൂട്ട് ട്രീറ്റ്മെന്റ് കഴിഞ്ഞു കഴിയുമ്പോൾ മിക്കവാറും ഒരു 10 ദിവസമോ അല്ലെ 2 ആഴ്ചയൊക്കെ, അല്ലെ ചിലവർക്ക് ICUലൊക്കെ നിൽക്കേണ്ട ആൾക്കാരാണ്, ചിലപ്പോൾ കുറച്ച് നാൾ എക്സ്ട്രാ കൂടുതൽ നിൽക്കേണ്ടി വരും. പക്ഷെ അത് കഴിയുമ്പോൾ ഡിസ്ചാർജ് ആവുന്ന, ഇപ്പൊ ഒരു ന്യൂറോ മെഡിസിൻ അല്ലെ ന്യൂറോ സർജറി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഡിസ്ചാർജ് ആവുന്ന സമയത്ത് കുറെ വൈകല്യങ്ങളും ബുദ്ധിമുട്ടുകളും ഡിപ്പെൻഡൻസ്, എല്ലാ ഡെയിലി ആക്ടിവിറ്റീസിന് ഡിപ്പെൻഡൻസ്, കൂടെയുള്ള കെയർ ടേക്കേഴ്സ് അല്ലെ ഫാമിലി മെമ്പേഴ്സിനെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. അത് ഡെയിലി ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ നടക്കാനാവാം, ഭക്ഷണം കഴിക്കാനാവാം, അല്ലെങ്കിൽ ബാത്റൂമിൽ പോകാനാവാം, മുടി ഈരാനോ ഡ്രസ്സ് ഇടാനോ സ്റ്റെയർസ് ക്ലൈം ചെയ്യാൻ, അങ്ങനെ കുറെ ഡെയിലി ആക്ടിവിറ്റീസ് പിന്നെ നമ്മൾ ബാക്കിയുള്ളവരെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥ സാധാരണ കണ്ടുവരാറുണ്ട്. ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുന്നവർക്കാണ് സാധാരണ നമ്മൾ റീഹാബിലിറ്റേഷൻ അല്ലെങ്കിൽ ന്യൂറോളജിക്കൽ റീഹാബിലിറ്റേഷൻ അല്ലെങ്കിൽ സ്ട്രോക്ക് റീഹാബിലിറ്റേഷൻ വേണ്ടി വരുന്നത്. സോ ബേസിക്കലി സ്ട്രോക്ക് റീഹാബിലിറ്റേഷൻ നമ്മൾ ഇമീഡിയറ്റ്ലി വിതിൻ ഒരു ഇനീഷ്യൽ ഫേസിൽ, നമ്മളൊരു അക്യൂട്ട് ഫേസ് ഒരു 24 hours കഴിയുമ്പോൾ ആണ് സാധാരണ അസസ്മെന്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാറ്. സോ നമ്മുടെ ഒരു ലേറ്റസ്റ്റ് എവിഡൻസ് അനുസരിച്ച് ഏർലി മൊബിലൈസേഷൻ ആണ് സ്ട്രോക്കിന് എപ്പോഴും ബെറ്റർ. അതേപോലെ ഇനീഷ്യൽ സ്റ്റേജസിൽ നമുക്ക് വേണ്ടി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില പേഷ്യൻസിന് ചെസ്റ്റിൽ കഫക്കെട്ടുണ്ടാവാം, അല്ലെങ്കിൽ ബെഡ് റിഡൻ ആയി പോകുമ്പോൾ ആണെങ്കിൽ കാലിൽ രക്തം കട്ട പിടിക്കാനുള്ള സാധ്യത ഇമ്മൊബിലൈസ് ആവുന്നതുകൊണ്ട്. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഏർലി മൊബിലൈസേഷൻ ആണ് എപ്പോഴും ബെറ്റർ. എത്രയും പെട്ടെന്ന് പേഷ്യന്റിനെ നമ്മൾ
എണീപ്പിച്ച് ബെഡിൽ ഇരുത്താനും അതേപോലെ ലിംബ്സ് മൊബിലൈസേഷൻസും ചെസ്റ്റ് ഫിസിയോതെറപ്പിയും കാര്യങ്ങളും ഒക്കെ സ്റ്റാർട്ട് ചെയ്യണം. സോ ആസ് സൂൺ ആസ് പോസിബിൾ. അതേപോലെ വൈറ്റൽസ് ഒക്കെ നമ്മൾ BP, പൾസ് റേറ്റ്, സാച്ചുറേഷൻ ഇതെല്ലാം നോക്കിയിട്ട് മോണിറ്റേർഡ് ആയിട്ട് വേണം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. ഈ സ്ട്രോക്ക് റീഹാബിലിറ്റേഷനിൽ നമ്മൾ എപ്പോഴും ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീമായിട്ടായിരിക്കും അപ്രോച്ച് ചെയ്യുക. ഈ മൾട്ടി ഡിസിപ്ലിനറി റീഹാബിലിറ്റേഷൻ ടീമിന്റെ ഒരു ലീഡർ ആയിരിക്കും ഒരു റീഹാബിലിറ്റേഷൻ ഫിസിഷ്യൻ അല്ലെ ഫിസിയാട്രിസ്റ്റ്. ഈ ടീമിൽ ഇമ്പോർട്ടൻറ്റ് മെമ്പേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫിസിയോതെറപ്പിസ്റ്റ് ഉണ്ടാവണം, സ്പീച്ച് ആൻഡ് സോളോ തെറപ്പിസ്റ്റ് ഉണ്ടാവണം, അതേപോലെ ഒക്യുപേഷണൽ തെറപ്പിസ്റ്റ്, മെഡിക്കൽ സോഷ്യൽ വർക്കർ, ഇങ്ങനെ അതേപോലെ റീഹാബിലിറ്റേഷൻ നേഴ്സ്, ഇങ്ങനെ ഒരു ടീം ഓഫ് മെമ്പേഴ്സ് ആണ് ഈ ഒരു സ്ട്രോക്ക് വന്ന ഒരു പേഷ്യന്റിനെ മാനേജ് ചെയ്യേണ്ടത്. ഈ സ്ട്രോക്ക് വന്ന പേഷ്യന്റിനെ എസ്പെഷ്യലി ന്യൂറോ മെഡിസിനിലെ ഫിസിഷ്യൻസും ന്യൂറോ സർജൻസും ഈ സ്ട്രോക്ക് റീഹാബിലിറ്റേഷനിലെ ഭാഗമാണ്. കാരണം അക്യൂട്ട് മാനേജ്മെന്റ് ഇസ് ഓൾവേസ് ഡൺ ബൈ ദി ന്യൂറോ ഫിസിഷ്യൻ അല്ലെങ്കിൽ ന്യൂറോ സർജൻ. But once the acute management is over and the patient's life is saved and the patient is having a residual disability, the patient should be uh, transferred to the rehabilitation department. സ്ട്രോക്ക് വന്ന ഒരാൾക്ക് ഇറ്റ് ക്യാൻ വേരി ദ സൈസ് ഓഫ് ദ സ്ട്രോക്ക്. അപ്പൊ അത് നമുക്ക് ഇമേജിങ്ങിലാണ് സാധാരണ സ്ട്രോക്കിന്റെ സൈസും ലീഷന്റെ ലൊക്കേഷനും അറിയാൻ പറ്റുക. അപ്പോൾ അതനുസരിച്ച് സ്ട്രോക്കിന്റെ സൈസും ലീഷനും അനുസരിച്ച് സീക്വലെ ആൻഡ് ഡിസബിലിറ്റി ഈസ് ഡിഫറെന്റ്. ഇപ്പം ലാർജ് മേജർ സ്ട്രോക്ക് ആണെങ്കിൽ ഡെൻസ് ഹെമിപ്ലീജിയ ഒക്കെ ആണെങ്കിൽ ഭയങ്കര വീക്ക്നെസ്സും ബുദ്ധിമുട്ടും കോംപ്ലിക്കേഷൻസും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനത്തെ പേഷ്യൻസിന് ദേ നീഡ് എ ലോട്ട് ഓഫ് ഡ്യൂറേഷൻ ടു അണ്ടർഗോ റീഹാബിലിറ്റേഷൻ. ചില പേഷ്യൻസ് ഞാൻ കണ്ടുവന്നിരുന്നത് മൈനർ സ്ട്രോക്സ് ആയിരിക്കാം, ചെറിയ വീക്ക്നെസ്സും അതേപോലെ മിനിമൽ ഡിഫിക്കൽട്ടി ഇൻ ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ് ആൻഡ് ഡെയിലി ആക്ടിവിറ്റീസ്. അങ്ങനത്തെ പേഷ്യൻസിന് ഡ്യൂറേഷൻ ഓഫ് റീഹാബിലിറ്റേഷൻ ആവശ്യം വരുന്നത് കുറവായിരിക്കും. പക്ഷെ ഇത് നമുക്ക് ഒരിക്കലും ഒരു ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റത്തില്ല. ചില പേഷ്യൻസിന് കൂടുതൽ സമയവും ചില പേഷ്യൻസിന് കുറവ് സമയവും ആവശ്യം വരാം. ബട്ട് ഡിപ്പെൻഡിങ് ഓൺ the type of stroke and the size of the stroke. സാധാരണ വരുന്ന ടൈപ്സ് ഓഫ് റീഹാബിലിറ്റേഷൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബേസ്ഡ് ഓൺ ദി കോംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഡിസബിലിറ്റി നമ്മൾ അതനുസരിച്ചാണ് നമ്മൾ റീഹാബിലിറ്റേഷനിൽ തെറപ്പീസ് വരുന്നത്. സോ ഫസ്റ്റ് നമ്മൾ ഒരു പേഷ്യന്റിനെ അസസ് ചെയ്യുമ്പോൾ വി ഓൾവേസ് മേക്ക് എ പ്രോബ്ലം ലിസ്റ്റ്. അപ്പൊ എന്തൊക്കെയാണ് ഈ സ്ട്രോക്ക് വന്ന ഒരാൾക്കുള്ള പ്രോബ്ലംസ്, ആ പ്രോബ്ലംസ് അനുസരിച്ചാണ് നമ്മൾ ഒരു ഗോൾ സെറ്റ് ചെയ്യുന്നത്. അതേപോലെ പേഷ്യൻസിന്റെ അടുത്തും ബൈസ്റ്റാൻഡേഴ്സ് കെയർടേക്കേഴ്സിന്റെ അടുത്തും നമ്മളൊരു അവരുടെ ഒരു ഫെൽറ്റ് നീഡ് എന്താണെന്ന് ചോദിക്കാറുണ്ട്. വാട്ട് ഈസ് യുവർ ഫെൽറ്റ് നീഡ്, നമുക്ക് വാട്ട് ഡു യു റിക്വയർ ഫ്രം അവർ ട്രീറ്റ്മെന്റ്, നമ്മുടെ ഒരു മാനേജ്മെന്റിൽ നിന്ന് അല്ലെങ്കിൽ റീഹാബിലിറ്റേഷനിൽ നിന്ന് അവരെന്താണ് പ്രതീക്ഷിക്കുന്നത്, എന്തൊക്കെ എബിലിറ്റീസ് നേടാനോ അല്ലെങ്കിൽ എന്തൊക്കെ ഫങ്ഷനിങ് നേടാനാണ് അവർക്ക് ഈ ട്രീറ്റ്മെന്റ് വേണ്ടി വരുന്നതെന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ ഈ ഒരു ഇതനുസരിച്ച് നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കും. ഈ പ്ലാൻ നമ്മുടെ ഒരു ടീം അസസ്മെന്റിലായിരിക്കും പ്ലാൻ ചെയ്യുന്നത്. അതേപോലെ ഓരോ ആവശ്യം അനുസരിച്ച് നമ്മൾ അതിനുള്ള സ്പെസിഫിക് തെറപ്പീസും എക്സസൈസസും lifestyle modifications, medications, artificial splints, അതേപോലെ അസിസ്റ്റീവ് ഡിവൈസസ് ആൻഡ് ട്രീറ്റ്മെന്റ്സ് എല്ലാം നമ്മൾ യൂസ് ചെയ്ത് മൾട്ടി ഡിസിപ്ലിനറി ആയിട്ട് മൾട്ടി മോഡൽ അപ്രോച്ചാണ് സ്ട്രോക്ക് റീഹാബിലിറ്റേഷൻ. ന്യൂറോ റീഹാബിലിറ്റേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് വീട്ടിൽ ഡെഫിനറ്റ്ലി നമുക്കിപ്പം നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, ഈ പറഞ്ഞ പോലെ ഒരു അക്യൂട്ട് സ്ട്രോക്ക് കഴിഞ്ഞ് റീഹാബിലിറ്റേഷൻ കഴിഞ്ഞ് എന്തായാലും ഇത് ചില പേഷ്യൻസിന് കുറെ നാൾ എടുക്കും റിക്കവറി ആയി വരാനും അല്ലെങ്കിൽ ഒന്ന് ഫങ്ഷണലി ഇംപ്രൂവ് ആയി വരാനൊക്കെ. അപ്പം ഡെഫിനറ്റ്ലി നമുക്ക് ലോങ് ടേം ഹോസ്പിറ്റൽ സ്റ്റേ ബുദ്ധിമുട്ടായി വരും.
സോ നമ്മൾ എപ്പോഴും ഒരു പേഷ്യന്റിനെ വീട്ടിലോട്ട് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ PMR നിന്നോ അല്ലെങ്കിൽ റീഹാബിലിറ്റേഷൻ വാർഡിൽ നിന്ന് പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ എപ്പോഴും വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എക്സസൈസസ് എപ്പോഴും ട്രെയിൻ ചെയ്യാറുണ്ട്. അതേപോലെ ബൈസ്റ്റാൻഡേഴ്സിന് കെയർടേക്കേഴ്സിനെയും പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. അതേപോലെ വീട്ടിൽ ഒരു എക്സസൈസസും കാര്യങ്ങളും തെറപ്പീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തെറപ്പിസ്റ്റുകൾ നമ്മൾ അറേഞ്ച് ചെയ്യാനുണ്ട്. പേഷ്യൻസിന്റെ തെറപ്പി സെഷൻസ് എക്സസൈസും കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടിലും നമുക്ക് നന്നായിട്ട് നല്ല ഡിസബിലിറ്റി ഉള്ള സ്ട്രോക്ക് കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ ഫിസിയോതെറപ്പി, ഒക്യുപേഷണൽ തെറപ്പി, സ്പീച്ച് തെറപ്പി ഒക്കെ വീട്ടിൽ പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷനും ഉണ്ടാവുന്നത് നല്ലതാണ്. അപ്പൊ എന്തൊക്കെ എക്സസൈസസ് ആണെന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓരോ പേഷ്യന്റും വ്യത്യാസമുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി വരുന്നത് വ്യത്യസ്തമായ എക്സസൈസസ് ആയിരിക്കാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നടുവിന് ബലമില്ലാതെ ഇപ്പൊ എണീറ്റിരിക്കാൻ പറ്റാത്ത ഒരാളാണ് ഒരു സ്ട്രോക്ക് പേഷ്യന്റ് ആണെങ്കിൽ നമുക്ക് അവർക്ക് വേണ്ടി വരുന്ന നടുവിന്റെ ബലം വെക്കാനുള്ള എക്സസൈസസ് ആവാം. അതേപോലെ കൈയുടെ ബലമില്ലാത്ത പേഷ്യന്റ് ആണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനത്തെ പേഷ്യൻസിനാണ് ചിലർക്ക് ഹാൻഡ് സൈക്ലിംഗ് ആക്ടിവിറ്റീസ് കൊടുക്കാം. കുറച്ചൊക്കെ നടുവിന് ബലമുണ്ട്, കുറച്ചൊന്ന് എണീറ്റിരിക്കാൻ പറ്റും, എണീറ്റ് നിൽക്കാനും പറ്റുന്ന ഒരു പേഷ്യന്റ് ആണെങ്കിൽ നമുക്ക് അവർക്ക് സിറ്റ് ടു സ്റ്റാൻഡ് എക്സസൈസസ്, ഇപ്പം കസേരയിൽ ഇരുന്നിട്ട് എണീക്കുന്ന എക്സസൈസ്, പിടിച്ചിട്ട് എണീക്കുന്ന എക്സസൈസസ് പറയാൻ വീട്ടിൽ ചെയ്യാനായിട്ട്. അതേപോലെ കുറച്ചൊരു ഫ്യൂ സ്റ്റെപ്സ് ഒക്കെ എടുക്കുന്നവരാണെങ്കിൽ വീട്ടിൽ നടത്തിക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻസ് കൊടുക്കാം. ഗേറ്റ് ട്രെയിനിങ്, പാരലൽ ബാറിൽ നടക്കാനും. സോ ഡിപ്പെൻഡിങ് ഓൺ ഈച്ച് പേഴ്സൺ ദാറ്റ് ഹോമിലുള്ള എക്സസൈസസ് വ്യത്യാസമുണ്ട്. ചില പേഷ്യൻസിന് ഞാൻ പറഞ്ഞ പോലെ ടൈറ്റ്നെസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഷോൾഡർ പെയിൻ ആയിരിക്കും, അവർക്ക് വേറെ മൊബിലിറ്റി എക്സസൈസസ് ഉണ്ടാവും, അല്ലെ സ്ട്രെച്ചിങ് ഉണ്ടാവും. അപ്പം ഡിപ്പെൻഡിങ് ഓൺ ഈച്ച് സ്പെസിഫിക് കണ്ടീഷൻ, ഇത് ശരിക്കും പറഞ്ഞ ഒരു ടൈലർ മെയ്ഡ് അപ്രോച്ച് ആണ്. നമുക്ക് വി കനോട്ട് സേ ദാറ്റ് വൺ സൈസ് ഫിറ്റ്സ് ഓൾ, അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ട്രീറ്റ്മെന്റ് ഫോർ ഓൾ സ്ട്രോക്ക് പേഷ്യൻസ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. സ്പീച്ച് ആൻഡ് സോളോ തെറപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്ട്രോക്ക് നമ്മുടെ ബ്രെയിനിൽ വന്നു കഴിഞ്ഞാൽ ഈ സ്പീച്ചിന്റെ ഏരിയയിലും സോളോയുടെ ഏരിയ എഫക്റ്റ് ചെയ്യുന്നതാണെങ്കിൽ ബ്രെയിനിൽ ആ വ്യക്തിക്ക് ഭക്ഷണം ഇറക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവാം, സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവാം. ചിലപ്പം സംസാരം മനസ്സിലാവുമായിരിക്കാം, പക്ഷെ സംസാരിക്കാൻ ബുദ്ധിമുട്ട്. ചിലവർക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല, പക്ഷെ പറയുന്നത് മനസ്സിലാവത്തില്ലായിരിക്കാം. അങ്ങനത്തെ ലാംഗ്വേജ് ഇഷ്യൂസ് ഉണ്ടാവാം. ഇങ്ങനത്തെ സിറ്റുവേഷനിലാണ് സ്പീച്ച് ആൻഡ് സോളോ തെറപ്പി, അതേപോലെ ലാംഗ്വേജ് തെറപ്പിയുടെ ആവശ്യകത. നമുക്കിപ്പം ഭക്ഷണം ഇറക്കാനായിട്ട് ബുദ്ധിമുട്ട് വരുന്ന ഒരാൾ സ്ട്രോക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു റൈസ് ട്യൂബ് ഇടും മൂക്കിൽ കൂടെ. ഭക്ഷണം വയറ്റിലെത്തിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ട്യൂബാണ് നേസോ ഗ്യാസ്ട്രിക് ട്യൂബ്, അല്ലെ റൈസ് ട്യൂബ്. ആ ട്യൂബിൽ കൂടെ ആയിരിക്കും ഫീഡിങ്ങും കാര്യങ്ങളൊക്കെ ആ ഒരു എമർജൻസി സിറ്റുവേഷനിൽ, ഒരു ഇനീഷ്യൽ ഫേസിൽ നടക്കുക. അത് കഴിഞ്ഞിട്ട് റീഹാബിലിറ്റേഷൻ തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സ്വോളോ അസസ്മെന്റും കാര്യങ്ങളെല്ലാം ഇവാലുവേഷൻ ചെയ്തിട്ട് സ്പീച്ച് ആൻഡ് സോളോ തെറപ്പിസ്റ്റിന്റെ മേൽനോട്ടത്തിൽ സ്പീച്ച് തെറപ്പിയും, സോളോ ആണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ, ബിക്കോസ് നമുക്ക് ഭക്ഷണം വയറ്റിലോട്ട് ചെല്ലാതെ ബുദ്ധിമുട്ടാണ്. അതേപോലെ ഭക്ഷണം പ്രോപ്പറായിട്ട് ഇറക്കാനായിട്ട് പറ്റുന്നില്ലാത്ത ഒരാളാണെങ്കിൽ നമ്മൾ വായിക്കൂടെ കൊടുക്കുന്നത് ചിലപ്പം ലങ്സിൽ പോയിട്ട് ആസ്പിറേഷൻ ന്യൂമോണിയ ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ആസ്പിറേഷൻ ന്യൂമോണിയ ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് കോമൺ കോംപ്ലിക്കേഷൻസ് സീൻ ആഫ്റ്റർ സ്ട്രോക്ക്. അത് കാരണം വളരെ അധികം പേഷ്യൻസ് ആസ്പിറേഷനായി വീണ്ടും സീരിയസ് കണ്ടീഷനിലോട്ട് പോവാറുണ്ട്, ബിക്കോസ് ഓഫ് ദ ലാക്ക് ഓഫ് പ്രോപ്പർ മാനേജ്മെന്റ് ഓഫ് ദി സ്വോളോ. അപ്പൊ നമ്മൾ എപ്പോഴും റൈസ് ട്യൂബ് ഉള്ള ഒരു ആളാണെങ്കിൽ പ്രോപ്പർ അസസ്മെന്റ് നടത്തിയിട്ട് വേണം സ്വോളോയിങ്ങിന് അസസ്മെന്റ് നടത്തുക. അതേപോലെ ഫ്ലെക്സിബിൾ എൻഡോസ്കോപ്പി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അസസ്മെന്റ്സ് ഉണ്ട്, വീഡിയോ ഫ്ലൂറോസ്കോപ്പി ഉണ്ട്. ഇതൊക്കെ നോക്കിയിട്ട് പ്രോപ്പറായിട്ട് സോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ, അഡിക്വേറ്റ് ക്വാണ്ടിറ്റീസ് ഇൻടേക്ക് ഉണ്ടോ,
മെഡിസിൻസ് എടുക്കാൻ പറ്റുന്നുണ്ടോ, വെള്ളം ആവശ്യത്തിന് കുടിക്കാവോ, ആസ്പിരേഷൻ ഇല്ലാതെ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതേപോലെ ആള് ഡ്രൗസിനെസ് ഉണ്ടോ, ഇതൊക്കെ നോക്കിയിട്ട് വേണം എപ്പോഴും നമ്മൾ ഓറലി ഫുഡ് കൊടുക്കാനും സോളോ റൈസ് ട്യൂബ് ഒക്കെ മാറ്റാനൊക്കെ. അഥവാ നമ്മൾ ഇത് ചെയ്യാതെ പ്രോപ്പറായിട്ട് നമ്മൾ സോളോ അസസ്മെന്റും സോളോ തെറപ്പിയും സേഫ് സോളോ ടെക്നിക്സ് ഇതൊന്നും ഇല്ലാതെയാണ് റൈൽസ് ട്യൂബ്, ഇപ്പം ചില പേഷ്യൻസ് ഉണ്ട് റൈൽസ് ട്യൂബ് വലിച്ചൂരി കഴിയുമ്പോൾ പിന്നെ നമുക്ക് തിരിച്ചിടാൻ പറ്റാതെ വായിക്കൂടെ തന്നെ കൊടുത്ത് അത് വീണ്ടും ആസ്പിരേഷൻ ആയിട്ട് വീണ്ടും പ്രശ്നമായി പോകാറുള്ള പല പേഷ്യൻസിനും ഞാൻ കണ്ടിട്ടുണ്ട്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് സോളോ തെറപ്പി ആൻഡ് സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് തെറപ്പി. ഒക്യുപേഷണൽ തെറപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നമുക്കിപ്പം ഡെയിലി ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള തെറപ്പീസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതേപോലെ ബേസിക്കലി ഹാൻഡ് ഫങ്ഷൻ, കൈ യൂസ് ചെയ്തുകൊണ്ട് ഉള്ള കാര്യങ്ങളാണ് സാധാരണ നമ്മൾ ഒക്യുപേഷനിൽ ചെയ്യാറ്. അപ്പൊ ഹാൻഡ് ഫങ്ഷനിൽ ഫോക്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അതേപോലെ കോഗ്നിഷൻ, നമുക്ക് മെമ്മറി, അറ്റൻഷൻ. കോഗ്നിഷൻ എന്ന് പറഞ്ഞാൽ ഹയർ മെന്റൽ ഫങ്ഷൻ ആണ്. കാൽക്കുലേഷൻ, അങ്ങനത്തെ കാര്യങ്ങൾ, മെമ്മറി, ലാംഗ്വേജ്, ഒബ്ജക്റ്റ് ഐഡന്റിഫിക്കേഷൻ. അതില് സ്ട്രോക്ക് വന്ന പേഷ്യൻസിൽ കൂടുതലും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഹാൻഡ് ഫങ്ഷനിലും കോഗ്നിഷനിലും ആയിരിക്കും. ആൻഡ് ഓൾസോ ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ്. ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇപ്പം ഡ്രസ്സിങ്, ടോയ്ലറ്റിങ്, ബെഡ് മൊബിലിറ്റി, ബെഡിൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുക, ബെഡിൽ നിന്ന് പൊസിഷൻ ചേഞ്ച് ചെയ്യുക, അതേപോലെ ഫുഡ് കഴിക്കുക, ഈറ്റിംഗ്, ഫീഡിങ്, പിന്നെ ടോയ്ലറ്റിങ്, അതേപോലെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ് എന്ന് പറയാം. ഒക്യുപേഷണൽ തെറപ്പി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് നമുക്കിപ്പം ഒരു ബേസിക് ഒരു നീഡ്, ഇപ്പം ഒരു PMR ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ റിഹാബിലിറ്റേഷൻ, ന്യൂറോ റിഹാബിലിറ്റേഷനിൽ വരുമ്പോൾ എല്ലാവരും പറയുന്ന ഒരു നീഡ് എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം. ഡെയിലി ആക്ടിവിറ്റീസ് ഇൻഡിപെൻഡന്റ് ആയിട്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റണം. അപ്പൊ അതിനകത്ത് ബേസിക് ആയിട്ട് വരുന്ന ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ് ആണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. പിന്നെ ചില പേഷ്യൻസ് ഉണ്ട് സിവിയർ സ്ട്രോക്ക് ആയിട്ട് വരുന്നതും കോമയിലൊക്കെ വരുന്ന പേഷ്യൻസ് ഉണ്ട്. അവർക്കാണെങ്കിൽ നമ്മൾ മൾട്ടി സെൻസറി സ്റ്റിമുലേഷൻ, കോമ സ്റ്റിമുലേഷൻ എന്നൊക്കെ പറഞ്ഞ് മൾട്ടി സെൻസറി സ്റ്റിമുലേഷൻസ് കൊടുക്കാറുണ്ട്. വേരിയസ് സെൻസേഷൻസ്, ഇപ്പൊ ടച്ച്, ലൈറ്റ് ടച്ച്, അതേപോലെ സൗണ്ട്, ജോയിന്റ് പ്രൊപ്രിയോസെപ്ഷൻ, അങ്ങനത്തെ മൾട്ടിപ്പിൾ സ്റ്റിമുലസ്, സെൻസറി സ്റ്റിമുലസും ഓഡിറ്ററി സ്റ്റിമുലസ് ഒക്കെ കൊടുത്ത് കോമ സ്റ്റിമുലേഷൻ ചെയ്യാറുണ്ട് ഒക്യുപേഷണൽ തെറപ്പിയിൽ. ചെറിയ സ്ട്രോക്കുകളും ഉണ്ടാവാം, വലിയ സ്ട്രോക്കുകളും ഉണ്ടാവാം. സോ ഡിപ്പെൻഡിങ് ഓൺ ദ സൈസ് ഓഫ് ദ സ്ട്രോക്ക്, ദ റിക്കവറി ഈസ് ഓൾസോ ഡിപ്പെൻഡ്സ് ഓൺ ദ സൈസ്. മേജർ സ്ട്രോക്ക് വന്നിട്ട് പ്രോപ്പർ റീഹാബിലിറ്റേഷൻ കിട്ടാത്ത പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് വരാൻ സാധ്യതയുള്ള കോംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആസ്പിരേഷൻ ന്യൂമോണിയ, ഭക്ഷണം ഇറക്കാൻ പ്രോപ്പറായിട്ട് പറ്റാതെ അല്ലെങ്കിൽ വെള്ളം ആവശ്യത്തിന് നല്ല രീതിയിൽ കുടിക്കാനും ഇറക്കാനും പറ്റാത്ത ആൾക്കാർക്ക് ലങ്സിലോട്ട് ആസ്പിറേറ്റ് ചെയ്ത് അവർക്ക് അവിടെ ന്യൂമോണിയ വന്നിട്ട് ശ്വാസം മുട്ടും, ചുമ, പനി, ഇപ്പോൾ നമ്മൾ സാച്ചുറേഷൻ ഒക്കെ നോക്കി ചിലപ്പോൾ സാച്ചുറേഷൻ ലോ ആയിരിക്കും. അത് ആസ്പിറേഷൻ ന്യൂമോണിയയുടെ ഒരു ലക്ഷണങ്ങളാണ്. റെസ്പിറേറ്ററി റേറ്റ് കൂടാം, ശ്വാസം എടുക്കുന്നതിന്റെ ഒരു ശ്വാസം എടുക്കുന്നത് കൂടുതലായിരിക്കാം, റേറ്റ് കൂടുതലായിരിക്കാം, അല്ലെങ്കിൽ അതിന്റെ ഡെപ്ത് കൂടുതലായിരിക്കാം. അതൊക്കെയാണ് അതിന്റെ ലക്ഷണങ്ങൾ. സോ ആസ്പിറേഷൻ ന്യൂമോണിയ ഇസ് വെരി കോമൺ. പിന്നെ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, നമ്മൾ റൈൽസ് ട്യൂബും മൂത്രം പോവാത്തവർക്ക് പോളീസ് കത്തീറ്റർ അല്ലെങ്കിൽ ഇൻഡ്വെല്ലിംഗ് കത്തീറ്റർ ഇടാറുണ്ട്. അപ്പൊ ലോങ് ടേം കത്തീറ്ററൈസേഷൻ ആവശ്യമുള്ള, ഇപ്പം ബെഡ് റിഡൺ ആയിട്ടുള്ള പേഷ്യന്റ് ആണെങ്കിൽ അവർക്ക് റെക്കറന്റ് ആയിട്ട് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ മൂത്രത്തിൽ പഴുപ്പ് വരും. അപ്പൊ ഈ മൂത്രത്തിൽ പഴുപ്പ് നമുക്ക് ഈ ട്യൂബ് ഇടാതെ ഇരിക്കാനും പറ്റത്തില്ല. കാരണം ട്യൂബ് ഇടാതെ ഇട്ട് കഴിഞ്ഞാൽ മൂത്രം കെട്ടിക്കിടക്കും, അല്ലെ മൂത്രം ലീക്ക് ആവും. അപ്പം നമുക്ക്
ഈ പറഞ്ഞ പോലെ യൂറിനറി ട്യൂബ് കുറെ നാൾ കിടക്കുമ്പോൾ മൂത്രത്തിൽ പഴുപ്പും ഇൻഫെക്ഷനും റെക്കറന്റ് ആയിട്ട് ഇൻഫെക്ഷൻസ് വന്ന് അതും ഈ പറഞ്ഞ പോലെ സെപ്സിസിലോട്ടും സീരിയസ് ആയിട്ടുള്ള ICUയിൽ അഡ്മിഷൻ വേണ്ടി വരുന്ന ടൈപ്പ് ഇൻഫെക്ഷൻ വരെ വരാനുള്ള സാധ്യതകളുണ്ട്. ഈ പറഞ്ഞ ഇൻഫെക്ഷൻസും ആസ്പിറേഷനും അല്ലാതെ ബെഡ് റിഡൻ ആയി പോകാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ട്. ഇപ്പം പണ്ടൊക്കെ സ്ട്രോക്ക് വന്ന ഒരു പേഷ്യന്റ് പ്രോപ്പർ ട്രീറ്റ്മെന്റും അതിന്റെ റീഹാബിലിറ്റേഷനും ഒന്നും ഇല്ലാതെ ഉള്ള ഒരു കാലത്ത് സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ബെഡ് റിഡൻ ആയി പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. നമുക്ക് അത്യാവശ്യം പെട്ടെന്ന് നല്ല രീതിയിൽ റീഹാബിലിറ്റേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബെഡ് റിഡൻ ആവേണ്ട ഒരു അസുഖമല്ല സ്ട്രോക്ക്. പക്ഷെ ചില പേഷ്യൻസിന് ഇങ്ങനെ ബെഡ് റിഡൻ ആയി പോകുന്ന പേഷ്യൻസ് ഉണ്ട് പ്രോപ്പർ ആയിട്ടുള്ള ന്യൂറോ റിഹാബ് കിട്ടാതെ. അപ്പൊ അവർ ബെഡ് റിഡൻ ആയി പോകുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോമൺ കോംപ്ലിക്കേഷൻ ആണ് ബെഡ് സോർ അല്ലെങ്കിൽ പ്രഷർ ഇഞ്ചുറി. ബെഡ് സോർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ആദ്യം ചെറിയൊരു കളർ വ്യത്യാസമായിട്ടായിരിക്കാം, ഒരു റെഡ്നെസ് ആയിട്ടായിരിക്കാം, പിന്നെ സ്കിന്ന് ചെറുതായിട്ട് പൊട്ടി സ്കിന്നിന്റെ ഒരു കവറിങ് പൊട്ടിയിട്ടായിരിക്കും, പിന്നെ പതുക്കെ അത് ഡീപ്പായിട്ട് പോയി മസിലിൽ ബാധിക്കും, കുറച്ചും കൂടെ പഴുപ്പ് വന്നിട്ട് പിന്നെ എല്ലിനെ ബാധിക്കും. അങ്ങനെ മേജർ പ്രഷർ സോർ വരാനുള്ള സാധ്യതകളുണ്ട് ഈ പറഞ്ഞ പോലെ കിടപ്പ് രോഗിയായി പോകുന്ന ഒരു അവസ്ഥ വരുമ്പോൾ. വേറെ കോംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ ഈ സ്പാസ്റ്റിസിറ്റി ആൻഡ് റിജിഡിറ്റി ആണ്. ടൈറ്റ്നെസ്, ഭയങ്കരമായിട്ടുള്ള ബലം പിടുത്തം, മസിലിനുള്ള ടോൺ കൂടുക, ടൈറ്റ്നെസ് കൂടുക, അത് കാരണം അനങ്ങാനോ അല്ലെങ്കിൽ തന്നെ കാര്യങ്ങൾ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ. പിന്നെയുള്ള കോംപ്ലിക്കേഷൻസ് മൾട്ടിപ്പിൾ ഇഷ്യൂസ് ഉണ്ട്. കോൺട്രാക്ചേഴ്സ് വരാം സ്പാസ്റ്റിസിറ്റി കാരണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ കൈയുടെയും കാലിന്റെയും ഒക്കെ ടൈറ്റ്നെസ് കാരണം നമ്മളത് പ്രോപ്പറായിട്ട് മാനേജ്ഡ് അല്ലെങ്കിൽ അത് പിന്നെ സ്ട്രെച്ച് ചെയ്യാൻ അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യാനുള്ള ഒരു കോൺട്രാക്ചറിലോട്ട് പോകും. സോഫ്റ്റ് ടിഷ്യൂസ് എല്ലാം കോൺട്രാക്ചർ ആയിട്ട് നമുക്കത് കറക്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ന്യൂട്രലിലോട്ട് വരാത്തൊരു സിറ്റുവേഷൻ വരാൻ പറ്റും. വേറെ കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ സ്ലീപ്പ് ഇഷ്യൂസ് ആയിരിക്കും. സ്ലീപ്പ് വേക്ക് സൈക്കിൾ ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. ചിലർ രാവിലെ കിടന്നുറങ്ങും, രാത്രി ഉറങ്ങത്തില്ല, ഭയങ്കര ക്ഷീണമായിരിക്കും. അതേപോലെ അറ്റൻഷൻ ആൻഡ് മെമ്മറി പ്രോബ്ലംസ്, ചിലപ്പം നമുക്ക് ശ്രദ്ധക്കുറവുണ്ടാവും, ഓർമ്മക്കുറവുണ്ടാവും, എനർജി ഉണ്ടാവില്ല, ക്ഷീണമായിരിക്കും, അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. അതേപോലെ പിന്നെന്താ, നമുക്ക് ഗേറ്റിന് ഇപ്പൊ നടക്കാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ നടത്തത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവാം. അതേപോലെ ഒരു കൈനെ എഫക്ട് ചെയ്തിരിക്കുന്നതാണെങ്കിൽ കൈയുടെ സബ്ലക്സേഷൻ, ഇപ്പൊ ചില മസിൽസിനൊക്കെ വീക്ക്നെസ് കാരണം ആ ഷോൾഡർ വിട്ടുപോവുക അല്ലെങ്കിൽ ഷോൾഡർ ജോയിന്റ് ഡിസ്ലൊക്കേറ്റ് സബ്ലക്സേറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ ഒരു അപ്പർ ലിം CRPS എന്ന് പറയും, ക്രോണിക് റീജിയണൽ പെയിൻ സിൻഡ്രോം. പോസ്റ്റ് സ്ട്രോക്ക് ഷോൾഡർ സ്ട്രോക്ക് വന്നവർക്ക് ഒരു സൈഡ്, ഒരു ഷോൾഡറും കൈയും നീര് വെച്ച് കൈയുടെ വേദന, കൈ അനക്കാൻ പറ്റുന്നില്ല, കൈ അനക്കി കഴിഞ്ഞാൽ ഭയങ്കര വേദന, അതിന് പോസ്റ്റ് സ്ട്രോക്ക് ഷോൾഡർ സിൻഡ്രോം എന്ന് പറയും. അല്ലെങ്കിൽ ചിലർക്ക് CRPS, ക്രോണിക് റീജിയണൽ പെയിൻ സിൻഡ്രോം. ഇപ്പൊ സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് എത്രയും പെട്ടെന്ന് ട്രീറ്റ് ചെയ്യാൻ പറ്റണം. ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ കൈ ഫിക്സ് ആയി പോകും, വേദനയായിരിക്കും. പിന്നെ ആ വേദന കാരണം ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു എക്സസൈസസ് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ഇങ്ങനത്തെ കണ്ടീഷനൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഓഫ് ട്രീറ്റ്മെന്റ് ഉണ്ട്. സ്പാസ്റ്റിസിറ്റി ആണെങ്കിൽ അതിനുള്ള മെഡിസിൻസ് ഉണ്ട്, സ്ട്രെച്ചിങ് എക്സസൈസസ് ഉണ്ട്, ഫിസിയോതെറപ്പി ഉണ്ട്. പോസ്റ്റ് സ്ട്രോക്ക് ഷോൾഡർ ആണെങ്കിൽ അതിനുള്ള ഇലക്ട്രോതെറപ്പി, ടെൻസ്, സ്ട്രെച്ചിങ് എക്സസൈസസ് ഫിസിയോതെറപ്പിയിൽ കൊടുക്കാൻ പറ്റും. അതേപോലെ നമുക്ക് ഇഞ്ചെക്ഷൻസ് ചെയ്ത് ബ്ലോക്ക് ചെയ്യാൻ പറ്റും, ഞരമ്പുകളെ ബ്ലോക്ക് ചെയ്ത് ഈ പെയിൻ കുറയ്ക്കാൻ പറ്റും. അതിനുള്ള മരുന്നുകൾ കൊടുത്തു കഴിഞ്ഞാൽ വേദന കുറയാം. അതിന്റെ കൂടെ ഈ പറഞ്ഞ എക്സസൈസസും കൂടെ ചെയ്യുമ്പോൾ ഇമ്പ്രൂവ് ആയി വരേണ്ട കാര്യങ്ങളാണ്. പക്ഷെ പല പേഷ്യൻസിനും ഈ പറഞ്ഞ ഓപ്ഷൻസ് ഉണ്ടെന്ന് അറിയത്തുമില്ല, അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു മാനേജ്മെന്റ് കിട്ടാറില്ല. ന്യൂറോ റീഹാബിലിറ്റേഷനിൽ ഫിസിയോതെറപ്പിക്ക് വളരെ പ്രധാനപ്പെട്ട റോളാണ് ഉള്ളത്. ഫിസിയോതെറപ്പിസ്റ്റ് നമ്മുടെ ന്യൂറോ റീഹാബിലിറ്റേഷൻ ടീമിലെ ഒരു ഇമ്പോർട്ടൻറ്റ് മെമ്പറാണ്. സോ ബേസിക്കലി ഫിസിയോതെറപ്പിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എക്സസൈസസും
റിപ്പീറ്റഡ് മൂവ്മെന്റ്സ് ആൻഡ് എക്സസൈസസ്, ഗേറ്റ് ട്രെയിനിങ്, അതേപോലെ ഇലക്ട്രോ തെറപ്പി. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പെയിൻ ഉണ്ടെങ്കിൽ നമ്മൾ ഇലക്ട്രോ തെറപ്പി, ന്യൂറോ മസ്കുലർ ഇലക്ട്രിക് സ്റ്റിമുലേഷൻ എന്നൊക്കെ പറഞ്ഞ വീക്ക്നെസ് ഉണ്ടെങ്കിൽ ഇലക്ട്രിക് സ്റ്റിമുലേഷൻ, അതേപോലെ എക്സസൈസസിന്റെ വേരിയസ് ടെക്നീക്സ് ഉണ്ട്, സ്ട്രെച്ചിങ് ആൻഡ് സ്ട്രെങ്തനിങ് എക്സസൈസസ്, റിപ്പീറ്റഡ് മൂവ്മെന്റ്സ്. നമ്മൾ ഇപ്പോൾ ന്യൂറോ റീഹാബിലിറ്റേഷനിൽ നമുക്കൊരു തെറപ്പി ഡോസ് ഉണ്ട്. അപ്പം റിസർച്ച് ബേസ് ചെയ്തിട്ട്, എവിഡൻസ് ബേസ്ഡ് ആയിട്ട് നമുക്ക് ഒരു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോസ് ഓഫ് തെറപ്പി പെർ ഡേ വേണ്ടി വരുന്നത് ഒരു 6 hours ഓഫ് തെറപ്പി ഫോർ 6 days a week ഫോർ 6 weeks. അതാണ് നമുക്കൊരു ഏകദേശം ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില പേഷ്യൻസിന് കൂടുതൽ വേണ്ടി വരാം, ചില പേഷ്യൻസിന് റീഹാബിലിറ്റേഷൻ കുറവ് വേണ്ടി വരാം. പക്ഷെ ഇതാണൊരു തെറപ്പി ഡ്യൂറേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റേണ്ടത്. അതിൽ ഫിസിയോതെറപ്പി വരാം, ഒക്യുപേഷണൽ തെറപ്പി, സ്പീച്ച് തെറപ്പി, എല്ലാം മൂവ്മെന്റ്സ് എല്ലാം. ഫിസിയോതെറപ്പിയിൽ ബേസിക്കലി നമുക്ക് എക്സസൈസസും ഇലക്ട്രോ തെറപ്പിയും ആണ് ഫോക്കസ് ചെയ്യുന്നത്. അതിൽ ഈ നമ്മളൊരു ടീമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഫിസിയോതെറപ്പിസ്റ്റ് ഗേറ്റ് ട്രെയിനിങ്ങിലും ലോവർ ലിംബ് എക്സസൈസസിലും ചെസ്റ്റ് ഫിസിയോതെറപ്പിയിലും DVT പ്രിവെൻഷൻ, ചെസ്റ്റ് ഫിസിയോതെറപ്പി, അതേപോലെ PNF, പ്രൊപ്രോസെപ്റ്റീവ് ന്യൂറോമസ്കുലർ ഫെസിലിറ്റേഷൻ, ഇങ്ങനത്തെ എക്സസൈസസിലാണ് സാധാരണ വർക്ക് ചെയ്യാറ്.